നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ആക്ഷൻ പ്ലാൻസും ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചാണ്. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കർസ പ്രോഗ്രാം സർ കൺവീനർ ആയിരുന്നു. സോ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഡിസ്കഷൻസ്? ഇന്ത്യയിൽ മീൻസ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ആൻറ്റി മൈക്രോ റെസിസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്നത് 2017 ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് 2015. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സബ് നാഷണൽ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് കാർസാപ്പ് ആണ്, കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഒക്ടോബർ 25, 2018 ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ അല്ല ലോഞ്ച് ചെയ്തത്, ചീഫ് മിനിസ്റ്ററാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളുടെ പേട്രൺ ചീഫ് മിനിസ്റ്ററാണ്. ബിക്കോസ് AMR ടാക്കിൾ ചെയ്യുന്നത് വൺ ഹെൽത്ത് അപ്രോച്ചിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾവ് ആണ്. അനിമൽ ഹസ്ബൻഡറി ഇൻവോൾവ് ആണ്, അവിടെ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഉണ്ട്, ഡയറി ഉണ്ട്, അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, ഫുഡ് സെക്ടർ ഉണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന് ഡിഫറെന്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ ഇവരെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഈ വൺ ഹെൽത്ത് ആശയത്തിൽ അധിഷ്ഠിതമായി AMR ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ പേട്രൺ ആക്ച്വലി ചീഫ് മിനിസ്റ്റർ തന്നെ ആയിരിക്കണം. പക്ഷെ എല്ലാ ആക്ടിവിറ്റീസും ആക്ച്വലി ചെയ്യുന്നത് ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിൽ പോലും, കോർഡിനേറ്റ് ചെയ്യുന്ന ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിലും പ്രോഗ്രാമിന്റെ പേട്രൺ ചീഫ് മിനിസ്റ്ററാണ്. 2018 ഇത് ലോഞ്ച് ചെയ്യുന്നെങ്കിലും ഇതിന് വേണ്ടിയുള്ള കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ 2015 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നു വേണം പറയാൻ വേണ്ടി. കാരണം ഒരു AMR ഒരു വലിയ ത്രെറ്റ് ആണ് എന്നുള്ളത് കേരളം നേരത്തെ തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു നല്ല മെഡിക്കൽ കോളേജസിലൊക്കെ തന്നെ നല്ല മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള സർവൈലൻസ് ഡേറ്റ ഉണ്ട്. അപ്പം തന്നെ പ്രത്യേകിച്ച് ICUലുള്ള രോഗികളിൽ ബയോട്ടിക്സ് ഫലിക്കാതെ മരിക്കുന്ന പേഷ്യൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഗ്ലോബൽ ഡേറ്റ ഉണ്ട്, നാഷണൽ ഡേറ്റ ഉണ്ട്, സ്റ്റേറ്റ് ഡേറ്റയും നമ്മളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് കേരളം ഇതിന് വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും 2018 തന്നെ ഇത് ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്യുകയും ചെയ്തത്. കാർസാപ്പ് എന്ന് പറഞ്ഞില്ല. കാർസാപ്പിന് 6 സ്ട്രാറ്റജിക് പ്രയോറിറ്റി ഉണ്ട്. ഈ സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് ഒക്കെ തന്നെ ഗ്ലോബൽ ആക്ഷൻ പ്ലാനും നാഷണൽ ആക്ഷൻ പ്ലാനുമായിട്ടും അലൈൻഡ് ആണ്. അപ്പൊ അതിൽ പ്രയോറിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് നോളജ്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMR നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. പബ്ലിക് AMR-നെ പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ AMR-നെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം, പബ്ലിക്ക് മാത്രം പോരാ. സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാൻ വേണ്ടി ഡോക്ടേഴ്സിന് മാത്രം നോളജ് പോരെ എന്നുള്ളതാണ്. പോരാ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാവരും വേണം, ഫാർമസിസ്റ്റ് വേണം, ഫാമേഴ്സ് വേണം, സിവിൽ സൊസൈറ്റി വേണം, അൾട്ടിമേറ്റ്ലി പബ്ലിക്കും വേണം. അതാണ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രാറ്റജിക് പ്രയോറിറ്റി 1. അതിനുവേണ്ടിയാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരളം. അത് വേൾഡിൽ ആരും അങ്ങനെ ഒരു ടാഗ് ലൈൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ഇറക്കിയിട്ടില്ല. സാക്ഷരത എന്ന് പറഞ്ഞാൽ എല്ലാവരും AMR-നെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളം എത്ര മുന്നോട്ട് പോയാലും ഇവിടെ ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഇറച്ചിയൊക്കെ തന്നെ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രത്തോളം സ്ട്രോങ് ആക്ഷൻ പ്ലാൻസ് ഇല്ല എങ്കിൽ ഫുഡിലൂടെ നമുക്ക് ആന്റിബയോട്ടിക് റെസിഡ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് സാക്ഷര കേരളത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സൽ അവയർനെസ് ഓഫ് ദ നീഡ് ഫോർ ആന്റിബയോട്ടിക് ഫ്രീ ഫുഡ്, വാട്ടർ ആൻഡ് എയർ എന്നുള്ളതാണ്. ഫുഡിലൂടെയോ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ എയറിലൂടെയോ പോലും ആന്റിബയോട്ടിക് റെസിഡ്യൂസ് നമ്മുടെ ബോഡിയിൽ എത്താൻ പാടില്ല. അത് നമ്മളുടെ അവകാശമാണ്. നമ്മളൊരു അവകാശമാണ് നമുക്ക് തോന്നുമെങ്കിൽ അതിനെ പറ്റിയുള്ള അവബോധം വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരളം എന്ന് പറഞ്ഞ ഇത് വരുന്നത്. രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടർ പറയുന്ന ആ ഡോസിലും ആ ഡ്യൂറേഷനിലും മാത്രമേ ചെയ്തുള്ളൂ. നാലാമത്തെ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റൽ ഡയമെൻഷനാണ്. ഇപ്പം നമ്മൾ ആന്റിബയോട്ടിക് മറ്റ് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുക അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ ഇടുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് മൊത്തം ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഈ ആന്റിബയോട്ടിക്കുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും അത് എവല്യൂഷന്റെ ഭാഗമായിട്ട് റെസിസ്റ്റൻസ് ആർജിക്കുകയും ചെയ്യും. ബാക്ടീരിയയുടെ കഴിവ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പ്ലാസ്മിഡ് ക്രോമസോം ഒക്കെ വഴി ഈ ജീൻ വേറെ ഒരു ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ. അഞ്ചാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളാണ്. കുട്ടികളെ AMR-നെ പറ്റി അവബോധം സ്കൂളിൽ വെച്ച് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരള പ്രോഗ്രാം എന്നുള്ളത്. അത് ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നോളജ് ആൻഡ് എവിഡൻസ്. എപ്പോഴും ഒരു ചോദ്യം വരാം, ഒരു ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുകയാണെങ്കിൽ ഇപ്പോഴും കേരളത്തില് റെസിസ്റ്റൻസിന്റെ തോത് എത്ര? ഇപ്പൊ ഈ ആക്ഷൻ പ്ലാൻ കഴിഞ്ഞ ശേഷം തോത് കൂടുമോ കുറയുമോ? അങ്ങനെ
അപ്പോൾ ഇത് ക്വാണ്ടിഫൈങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലം ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ കേരള. അതാണ് പ്രയോറിറ്റി 2. അതിനുവേണ്ടി ലാബുകളുടെ ഒരു ശൃംഖല നമുക്ക് ആക്ച്വലി ഉണ്ടാക്കണം. 2019 തന്നെ കാർസ്നെറ്റ് എന്ന് പറഞ്ഞ് ഒരു ലാബുകളുടെ ശൃംഖല ഉണ്ടാക്കി. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് നെറ്റ്വർക്കാണ്. അപ്പൊ ഇതിന്റെ നോഡൽ സെന്റർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നോഡൽ സെന്റർ ആയിട്ട് വർത്തിച്ചുകൊണ്ട് ആദ്യം ബാക്കിയുള്ള മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബുമായിട്ട് ചേർന്ന് ശൃംഖല ഉണ്ടാക്കി. പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഇതിന്റെ പാർട്ട്നേഴ്സായി മാറി, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് പാർട്ട്നേഴ്സായി മാറി, സ്റ്റാൻഡേർഡ് ഓൺ ലാബ്സ് പാർട്ട്നേഴ്സായി മാറി. ഇപ്പൊ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മൾ 52 ടെർഷറി കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് നോഡൽ സെന്റർ കിട്ടുകയും അതിനെ ക്രോഡീകരിച്ച് ഉണ്ടാക്കുന്നതിനാണ് ആന്റിബയോഗ്രാം എന്ന് പറയും. ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ NCDC, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് സർവൈലൻസ്. ഓക്കെ, അപ്പം NCDC കുറച്ച് ബാക്ടീരിയനെ പ്രയോറിറ്റി പാത്തജൻസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാം 80 ഗ്രാം പോസിറ്റീവ് എന്നൊക്കെ പറയും. ആ ബാക്ടീരിയയിലുള്ള റെസിസ്റ്റൻസിന്റെ തോത് നമ്മൾ സാധാരണ ആന്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കാനുള്ള ഈ ബാക്ടീരിയകളുടെ കഴിവിന്റെ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ 2018 കേരളം നോക്കുന്നുണ്ട്. 2022 നമ്മൾ ആദ്യമായിട്ട് ആന്റിബയോഗ്രാം, സ്റ്റേറ്റ് ആന്റിബയോഗ്രാം എന്ന് പറയും, അത് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അങ്ങനെ ചെയ്യുന്നത്. 2022 23 നമ്മൾ ആക്ച്വലി പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിലുള്ളൊരു ചെറിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ടെർഷറി കെയർ അല്ലെങ്കിൽ തൃതീയ കെയർ സെന്റേഴ്സിന്റെ ഡേറ്റയാണ്. അപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഏറ്റവും സിക്കസ്റ്റ് പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ആക്ച്വലി ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് റെസിസ്റ്റൻസിന്റെ തോത് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മളുടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ PHC കിടക്കുന്ന പേഷ്യന്റ് റെസിസ്റ്റൻസ് വരത്തില്ല. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസിന്റെ തോത് അറിയാൻ വേണ്ടി നമ്മളൊരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഓഫ് AMR സർവൈലൻസ് ഉണ്ടാക്കി. അതായത് പലപ്പോഴും ഈ താലൂക്ക് ഹോസ്പിറ്റലിലൊന്നും മൈക്രോബയോളജിസ്റ്റ് കാണത്തില്ല. അപ്പൊ എല്ലാ ജില്ലകളിലും AMR നോഡൽ ലാബ് ഉണ്ടാക്കുകയും ഈ ഒരു ലാബിനെ ഹബ്ബായിട്ട് വെച്ചുകൊണ്ട് അതിന് ചുറ്റും സ്പോക്സ് താലൂക്ക് ഹോസ്പിറ്റലാണ്. ആദ്യം എറണാകുളത്താണ് തുടങ്ങിയത്. ഈ വർഷം എല്ലാ ജില്ലയിലും ഇപ്പൊ ഇന്ത്യയിൽ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഓഫ് AMR സർവൈലൻസ് ഉള്ള ഏക സംസ്ഥാനം കേരളമാണ്. അപ്പം എറണാകുളം ജില്ലയുടെ തന്നെ ആന്റിബയോഗ്രാം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ വർഷം ബാക്കിയുള്ള ജില്ലകളുടെയും കൂടെ ആന്റിബയോഗ്രാം ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ആന്റിബയോഗ്രാം ഉണ്ട്, ഈ ദ്വിതീയ തലത്തിൽ നിന്നുള്ള ആന്റിബയോഗ്രാം സ്റ്റേറ്റിനുണ്ട്. അതിലൂടെ റെസിസ്റ്റൻസിന്റെ തോത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ആക്ച്വലി കഴിയും. അതാണ് പ്രയോറിറ്റി 2. മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നമുക്ക് നേരത്തെ ചോദിച്ചു, ആന്റിബയോട്ടിക് മിസ്യൂസ് കൊണ്ട് മാത്രമല്ല ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്, ആന്റിബയോട്ടിക് യൂസ് ചെയ്താലും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കണം. ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ശ്രദ്ധിക്കണം. ഇത് കോവിഡിന്റെ സമയത്ത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് കാണിച്ചതാണ്. അതായത് എല്ലാവരും മാസ്ക് വെച്ച് നടന്നു, ഹാൻഡ് ഹൈജീൻ, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, 3C എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഈ കോവിഡിന്റെ സമയത്ത് ഈ IPC വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഏറ്റവും കുറച്ച് മരിച്ച സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ് മരിച്ച സംസ്ഥാനം കേരളമാണ്. അതിന്റെ കാരണം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലെ സ്ട്രെങ്ത് ആണ്. മാത്രമല്ല കേരളത്തിൽ SMS ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു, പൊതുജനങ്ങൾ ഏറ്റെടുത്ത ക്യാമ്പയിൻസ് ആണ്. നിപ്പയുടെ സമയത്ത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജീസ്, ക്ലീൻ വാട്ടർ ആൻഡ് ആക്സസ്, വാഷ് ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 3 ആണ്. അതിന്റെ എയിം എന്താണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു ഇൻഫെക്ഷൻ വന്ന ശേഷം നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി ആന്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ ആന്റിബയോട്ടിക്കിന്റെ യൂസ് വേണ്ടി വരത്തില്ല. അതാണ് ആക്ച്വലി AMRന്റെ തോത് കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായുള്ള കാര്യം, ഇൻഫെക്ഷൻ ഉണ്ടാകാൻ നോക്കുക എന്നുള്ളത്. അവിടെയാണ് ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ എല്ലാ ഇമ്പോർട്ടൻസ് പറഞ്ഞ പ്രയോറിറ്റി 3 ആണ്. പ്രയോറിറ്റി 4 എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് ആന്റിബയോട്ടിക്കിന്റെ ശരിയായിട്ടുള്ള യൂസ്. അത് ഹ്യൂമൻ സൈഡിൽ മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ പ്രയോറിറ്റീസും എല്ലാ സെക്ടേഴ്സും ചെയ്യേണ്ടതാണ്. ആന്റിബയോട്ടിക്കിന്റെ ശരിയായ യൂസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈഡിൽ മാത്രമല്ല, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അക്വാകൾച്ചർ, ഡയറി, അഗ്രികൾച്ചർ, ഫുഡ് എല്ലായിടത്തും പ്രാവർത്തികമാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അവബോധം സൃഷ്ടിക്കണം. ഡോക്ടേഴ്സിന്റെ ഇടയിൽ, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഫാർമസിസ്റ്റിന്റെ ഇടയിലൊക്കെ അവബോധം സൃഷ്ടിക്കണം. മാത്രമല്ല ഇന്ത്യയിൽ ഈ ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആന്റിബയോട്ടിക് ഷെഡ്യൂൾ H1 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഈ അമൃത് പ്രോഗ്രാം വരുന്നവരെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ പേഷ്യന്റ് പോയി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അതിനെയാണ് ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആന്റിബയോട്ടിക്. അപ്പൊ അമൃത് പ്രോഗ്രാം വന്ന ശേഷമാണ് ആക്ച്വലി ആ സെയിൽ കേരളത്തിൽ ഗണ്യമായിട്ട് കുറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അവയർനെസ് ആക്ച്വലി കൂട്ടണം. അപ്പൊ അവയർനെസ് എല്ലാം നല്ലവണ്ണം കൂട്ടിയ ശേഷമാണ് അങ്ങനെ ഒരു റെഗുലേഷൻ, അമൃത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ടോൾ ഫ്രീ നമ്പറൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം
ഈ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 4 വരുന്നത്. ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഷിപ്പ്, അതായത് ആന്റിബയോട്ടിക്കിന്റെ ശരിയായ കൃത്യമായിട്ടുള്ള ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ഇൻ ഓൾ സെക്ടേഴ്സ്. 5 എന്ന് പറഞ്ഞ റിസർച്ചാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മൾ പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ എഫിക്കസി നോക്കുക. പിന്നെ വേറെ ഇന്റർ സെക്ടറൽ കൊളാബറേഷൻ വഴിയുള്ള റിസർച്ച്. ഇപ്പൊ കോഴിയില് ഈ ആന്റിബയോട്ടിക് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ കോഴിയില് അല്ലെങ്കിൽ പോൾട്രി ഇൻഡസ്ട്രിയിൽ ആന്റിബയോട്ടിക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും. അല്ലാതെ മിസ്യൂസ് കാണും. ചിലപ്പോൾ ഈ ഗ്രോത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന അങ്ങനെ. അതിന് ഹ്യൂമൻ സൈഡിൽ എങ്ങനെയാണ് അത് റിപ്പർക്കഷൻസ് ഉണ്ടാവുന്നത്? അപ്പം ഒരു ബ്രോയിലർ ചിക്കനിൽ ഇപ്പം 3 രീതിയിലാണ് ഒരു കോഴി ഇറച്ചി കഴിക്കുന്നതിലൂടെ നമുക്ക് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, ഈ കോഴി ഇറച്ചിയിൽ അല്ലെങ്കിൽ കോഴി പ്രോപ്പർ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള കോഴിയാണെങ്കിൽ മീൻസ് ഈ കൊളയെ പോലത്തെ അണു കാണും. രണ്ടാമത്തെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ജീൻ കാണും. മൂന്നാമത്തെ ആന്റിബയോട്ടിക്കിന്റെ അവശിഷ്ടം അല്ലെങ്കിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞ കാണും. നമ്മള് പച്ചയ്ക്ക് കോഴി കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ. നമ്മൾ നല്ലവണ്ണം ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പൊ അത് 2 പോവും. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഓർഗാനിസം നശിപ്പിക്കപ്പെടും, ജീനും നശിപ്പിക്കപ്പെടും. പിന്നെ ബാക്കി കാണുന്ന റെസിഡ്യൂ മാത്രമാണ്. ഈ റെസിഡ്യൂ ഏത് ടെമ്പറേച്ചറിൽ പോകും എന്നുള്ളത് ഓരോ ആന്റിബയോട്ടിക്കിനും സെപ്പറേറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച്. അല്ലാതെ ഒരു കോഴി ഇറച്ചിയോ അല്ലെങ്കിൽ ഒരു മാടിന്റെ ഇറച്ചിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനും കാണും, ഓർഗാനിസവും കാണും. പക്ഷെ നമ്മൾ പച്ചക്കറിയല്ലല്ലോ കഴിക്കുന്നത്. ഈ വെസ്റ്റേൺ കൾച്ചറിൽ പലതും ഈ ഫ്രഷ് സാലഡില് ഈ മീറ്റ് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജപ്പാനിലൊക്കെ സൂഷി എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അങ്ങനെ കഴിക്കുന്നില്ല. നമ്മളുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ കുക്ക്ഡ് ആയിട്ടേ കഴിക്കത്തുള്ളൂ. കുക്ക്ഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസിഡ്യൂവിനെ പറ്റി മാത്രം ആക്ച്വലി പേടിച്ചാൽ മതി. അത് ഓരോ ടെമ്പറേച്ചർ അനുസരിച്ചാണ് ഓരോ ആന്റിബയോട്ടിക്സ് പോകുന്നത്. ഇവിടെയാണ് ഈ റിസർച്ചിന്റെ ഇത് വരുന്നത്. ആ സിഗ്നിഫിക്കൻസിന്റെ പാർട്ടാണ് ഈ വൺ ഹെൽത്ത് കേരള സ്റ്റേറ്റ് 2021 വൺ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്തപ്പോഴും അത് 2 കമ്പണന്റ് ആണ് ഉള്ളത്. ഒന്ന് ഈ സൂനോട്ടിക് ഇൻഫെക്ഷൻ, രണ്ടാമത്തത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്ട് സ്റ്റേറ്റ് ലോഞ്ച് ചെയ്തു. അതിലും ഒരു ഇമ്പോർട്ടന്റ് ഘടകം AMR ആണ്. കാരണം ഈ മൈക്രോബയോം ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മളുടെ ബോഡിയിൽ ഉള്ള ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാത്തിനും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മൈക്രോബയോം. ഈ മൈക്രോബയോമിലുള്ള ഓൾട്ടറേഷൻസ് ആണ് AMRന്റെ ഒരു കാര്യം. അപ്പൊ ഇതെല്ലാം നമ്മൾ റിസർച്ച് പെർസ്പെക്റ്റീവ് ആണ്. 6ാമത്തെ എന്ന് പറയുന്നത് കൊളാബറേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ വൺ ഹെൽത്ത് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി NGOസുമായിട്ടും ഒക്കെ കൊളാബറേഷൻസ് വേണ്ടി വരും. കാരണം എല്ലാവരും കൂടെ വിചാരിച്ചാണ്. ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള എന്ന് പറയുമ്പോൾ തന്നെ അത് മീൻസ് ഇൻക്ലൂസിവിറ്റിയാണ് കാണിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന AMRനെ ടാക്കിൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു മെസ്സേജാണ് ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പറയുന്ന നിശബ്ദ മഹാമാരിക്കെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മീനിങ്. അപ്പം സ്ട്രാറ്റജിക് പ്രയോറിറ്റി 6 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുകയാണ്.